നടന്ന അസിസ്റ്റൻറ്റ് ടൈം കീപ്പറിൻ്റെ മെയിൻ എക്സാമിൻ്റെ ഫൈനൽ ആൻസർ കീ ആയിട്ടാണ് വന്നിരിക്കുന്നത്. PSCയുടെ ഫൈനൽ ആൻസർ കീ ആണ്. അപ്പോൾ ആൻസേഴ്സ് നോക്കാം. 17ാമത് ബ്രിക്സ് ഉച്ചകോടിക്ക് വേദിയായ നഗരം റിയോ ഡി ജനീറോ. 17ാമത് ബ്രിക്സ് ഉച്ചകോടിക്ക് വേദിയായ നഗരം റിയോ ഡി ജനീറോ. റിയോ ഡി ജനീറോ ആണ് റൈറ്റ് ആൻസർ. ഒരു ദിവസം നമ്മുടെ വായിൽ വീഴാൻ പോകുന്ന ചെറി എന്ന അവധിനെപ്പറ്റി പരാമർശിച്ച ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനാരാണ്? ഡൽഹൌസി പ്രഭു ആണ്. ഡൽഹൌസി പ്രഭു ആണ്. ശരിയായ ജോഡികൾ എഴുതുക. യങ് ഇന്ത്യ മഹാത്മാഗാന്ധി, കേസരി ബാലഗംഗാധര തിലക്, ദി ലീഡർ മോത്തിലാൽ നെഹ്റു, കോമൺവെൽത്ത് ആനി ബസന്റ്. ശരിയായിട്ടുള്ളത് യങ് ഇന്ത്യ മഹാത്മാഗാന്ധി, കേസരി ബാലഗംഗാധര തിലക്, കോമൺവെൽത്ത് ആനി ബസന്റ്. 1, 2, 4 എന്നുള്ളതാണ് റൈറ്റ് ആൻസർ. ജനകീയ ചൈന നിലവിൽ വന്നത് എന്നാണ്? 1949 ഒക്ടോബർ 1 കേട്ടോ. 19 ഒക്ടോബർ 1. താഴെ പറയുന്നവയിൽ മാർത്താണ്ഡവർമ്മയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏത്? മാർത്താണ്ഡവർമ്മയുമായിട്ട് ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകളാണ്: അദ്ദേഹം ആധുനിക തിരുവിതാംകൂറിൻ്റെ ശില്പിയായിരുന്നു. അതുപോലെ തന്നെ പതിവ് കണക്ക് എന്ന ബജറ്റ് പദ്ധതിക്ക് രൂപം നൽകി. 2, 3 ആണ് ശരിയായിട്ടുള്ളത്. മൂഷക വംശമഹാകാവ്യവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ ഏത്? ഈ കൃതി 11ാം നൂറ്റാണ്ടിലാണ് രചിക്കപ്പെട്ടത്. ശ്രീകണ്ഠ എന്ന രാജാവിൻ്റെ കാലത്താണ് രചിക്കപ്പെട്ടത്. അതുലൻ എന്ന കവിയാണ് രചിച്ചത്. രാജതരംഗിണി എന്ന ഗ്രന്ഥം രചിക്കുന്നതിനു മുമ്പ് രചിക്കപ്പെട്ടതാണ് ഈ കൃതി. എല്ലാം ശരിയാണ്. ഭൂകമ്പം വിവിധ ദിശകളിലേക്ക് തരംഗരൂപത്തിൽ ഊർജം മോചിപ്പിക്കപ്പെടുന്നതിന് കാരണമാകുന്നു. ഭൂകമ്പം സൃഷ്ടിക്കുന്ന തരംഗങ്ങൾ വ്യത്യസ്ത തരത്തിലാണ് സഞ്ചരിക്കുന്നത്. താഴെ നൽകിയിട്ടുള്ള ഭൂകമ്പ തരംഗങ്ങളിൽ ഏത് തരംഗമാണ് തരംഗദിശയ്ക്ക് സമാന്തരമായി കമ്പനം സൃഷ്ടിക്കുകയും തന്മൂലം പദാർത്ഥങ്ങൾക്ക് വികാസസങ്കോചങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുന്നത്? പ്രാഥമിക തരംഗങ്ങൾ. നദികൾ വിവിധ നിക്ഷേപണ ഭൂരൂപങ്ങൾ സൃഷ്ടിക്കാറുണ്ട്. ഇതിൽ ഒന്നാണ് ഡെൽറ്റകൾ. താഴെ നൽകിയിട്ടുള്ള നദികളിൽ ഡെൽറ്റ സൃഷ്ടിക്കുന്ന നദികൾ കണ്ടെത്തുക. നർമ്മദയും മഹാനദിയും. 1:50,000 സ്കെയിലിലുള്ള ഒരു ടോപ്പോഗ്രാഫിക് മാപ്പിൽ 2 സെൻറ്റിമീറ്റർ അളവിലുള്ള ദൂരം യഥാർത്ഥത്തിൽ എത്ര കിലോമീറ്ററാണ്? 1 കിലോമീറ്ററാണ്. ദേശീയ ജലപാത 2 ബന്ധിപ്പിക്കുന്നത് സാദിയ ദുബ്രിയാണ്. താഴെ തന്നിരിക്കുന്നവയിൽ ഏത് ജില്ലയാണ് കൂടുതൽ ജില്ലകളുമായി അതിർത്തി പങ്കിടുന്നത്? പത്തനംതിട്ട ജില്ലയാണ്. ലോക സുസ്ഥിര വികസന ഉച്ചകോടി 2025 നടന്ന രാജ്യം ഇന്ത്യയിലാണ്. അന്താരാഷ്ട്ര സാമ്പത്തിക സ്ഥാപനങ്ങളിൽ ഉൾപ്പെടുന്നത് താഴെ പറയുന്നവയിൽ ഏതാണ്? IBRDയും IMFും ആണ് കേട്ടോ. 1ഉം 2ഉം ആണ്. 1980കളിൽ ഇന്ത്യയിലെ സാമ്പത്തിക പ്രതിസന്ധി കൂടുതൽ രൂക്ഷമാകാൻ കാരണമായ ഘടകങ്ങൾ ഏതെല്ലാമാണ്? വിദേശ വിനിമയക്ഷാമവും എണ്ണവില വർധനവും. ഓപ്ഷൻ ബി ആണ്. ഹരിത വിപ്ലവത്തിൻ്റെ ആദ്യഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ പ്രയോജനം ലഭിച്ചത് ഏത് സംസ്ഥാനങ്ങൾക്കാണ്? പഞ്ചാബ്, ആന്ധ്രാപ്രദേശ്, തമിഴ്നാട് എന്നുള്ളതാണ് കേട്ടോ. പഞ്ചാബ്, ആന്ധ്രാപ്രദേശ്, തമിഴ്നാട് എന്നുള്ളത്. 2 മാത്രമാണ് ശരിയായിട്ടുള്ള ആൻസർ. പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യവുമായി ബന്ധപ്പെട്ട് ചേരുംപടി ചേർക്കുക. ആധുനിക വൽക്കരണം, പുതിയ സാങ്കേതികവിദ്യ, സ്വശാസ്ത്രീയത്വം, അടിസ്ഥാന ആവശ്യങ്ങളുടെ സാക്ഷാത്കാരം, സമത്വം, ഇറക്കുമതി ബദൽ. ആധുനികവൽക്കരണം, ഇറക്കുമതി ബദൽ, ആധുനികവൽക്കരണം, പുതിയ സാങ്കേതികവിദ്യ, സ്വശാസ്ത്രീയത്വം, ഇറക്കുമതി ബദൽ, സമത്വം, അടിസ്ഥാന ആവശ്യങ്ങളുടെ സാക്ഷാത്കാരം. C is the right answer. ഹരിത വിപ്ലവത്തിൻ്റെ പ്രധാന ഘടകങ്ങൾ ഏതാണ്? HYV വിത്തുകൾ, രാസവളങ്ങളും കീടനാശിനികളും,
ട്രാക്ടർ, പമ്പ് സെറ്റ് തുടങ്ങിയ ആധുനിക ഉപകരണങ്ങൾ. 1, 3, 4. നീതി ആയോഗിൻ്റെ വൈസ് ചെയർമാൻ ആര്? നീതി ആയോഗിൻ്റെ വൈസ് ചെയർമാനാണ് സുമൻ ബറി. ആഗസ്റ്റ് 25 മുതൽ അമേരിക്ക ഇന്ത്യയിലെ കയറ്റുമതികൾക്ക് ഏർപ്പെടുത്തിയിരിക്കുന്ന നികുതി നിരക്ക് എത്രയാണ്? 50%. ഭരണഘടനാ നിർമ്മാണ സമിതി രൂപീകരിക്കാൻ കാരണമായ ബ്രിട്ടീഷ് പദ്ധതി. ക്യാബിനറ്റ് മിഷൻ. താഴെ പറയുന്നവയിൽ വിദ്യാഭ്യാസത്തിനുള്ള അവകാശവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരി ഏത്? രാഷ്ട്രം 14 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് നിർബന്ധിതവും സൗജന്യവുമായ വിദ്യാഭ്യാസം നൽകേണ്ടതാണ്. 2002 86 ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് വിദ്യാഭ്യാസത്തിനുള്ള അവകാശം മൗലിക അവകാശങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയത്. സൈബർ നിയമങ്ങളിൽ നിയമനിർമ്മാണങ്ങൾ നടത്തുവാനുള്ള അധികാരം ആർക്കാണ്? സൈബർ നിയമങ്ങളിൽ നിയമനിർമ്മാണം നടത്താനുള്ള അധികാരം ആർക്കാണ്? കേന്ദ്ര പാർലമെൻറ്റിനാണ് കേന്ദ്ര പാർലമെൻറ്റിനാണ്. ഭരണഘടനയുടെ ആമുഖത്തിൽ വിട്ടുപോയ ഭാഗം എഴുതുക. ഭാരതത്തിലെ ജനങ്ങളായ നാം ഭാരതത്തെ ഒരു സോഷ്യലിസ്റ്റ് മതേതര ജനാധിപത്യ റിപ്പബ്ലിക്കായി പ്രഖ്യാപിക്കുന്നു. പരമാധികാര. മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി നടപ്പിലാക്കുന്നത് ആരാണ്? ഗ്രാമപഞ്ചായത്ത്. ഇന്ത്യയിൽ ആദ്യമായി ഏകീകൃത സിവിൽ കോഡ് നടപ്പിലാക്കിയ സംസ്ഥാനം ഏത്? ഉത്തരാഖണ്ഡ്. ഇന്ത്യയുടെ ഇപ്പോഴത്തെ സംയുക്ത സൈനിക മേധാവി ആരാണ്? ഇപ്പോഴത്തെ സംയുക്ത സൈനിക മേധാവി ബിപിൻ റാവത്ത്. ജനറൽ ബിപിൻ റാവത്ത്. ബിപിൻ റാവത്തല്ല. ഇപ്പോഴത്തെ സൈനിക മേധാവി അനിൽ ചൗഹാനാണ്. ജനറൽ അനിൽ ചൗഹാൻ. ജനറൽ അനിൽ ചൗഹാൻ. രാത്രികാലങ്ങളിൽ ഒറ്റപ്പെട്ടു പോകുന്ന സ്ത്രീകൾക്ക് പോലീസ് സഹായം ലഭ്യമാക്കുന്ന പദ്ധതിയുടെ പേരെന്ത്? നിഴൽ പദ്ധതി. സംസ്ഥാന സിവിൽ സർവീസുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകളിൽ തെറ്റായ പ്രസ്താവന ഏത്? സംസ്ഥാന ഗവർണറുടെ നേതൃത്വത്തിലുള്ള ഒരു ഉദ്യോഗസ്ഥ ഭരണ സംവിധാനമാണ് സംസ്ഥാന സിവിൽ സർവീസ്. അത് തെറ്റായ പ്രസ്താവനയാണ്. ബാക്കിയെല്ലാം ശരിയാണ്. ഇപ്പോഴത്തെ കേരള സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ ചെയർമാൻ ആരാണ്? KV മനോജ് കുമാർ. ലോക തണ്ണീർത്തട ദിനം ഫെബ്രുവരി 2. കേരള ദുരന്ത നിവാരണ അതോറിറ്റിയുടെ അധ്യക്ഷൻ ആരാണ്? മുഖ്യമന്ത്രി. കേരളത്തിൽ സർക്കാരിൻ്റെ മന്ദഹാസം പദ്ധതി എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? വയോജന സംരക്ഷണം. രാജ്യത്തെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ കോടതി സ്ഥിതി ചെയ്യുന്നത് കൊല്ലം. ചിക്കൻ പോക്സ് രോഗമുണ്ടാക്കുന്ന വൈറസ് വാരിസെല്ല സോസ്റ്റർ വൈറസ്. നിറങ്ങൾ തിരിച്ചറിയാനും തീവ്രപ്രകാശത്തിൽ വസ്തുക്കളെ കാണാനും സഹായിക്കുന്ന കണ്ണിലെ കോശങ്ങളാണ് കോൺ കോശങ്ങൾ. ഉപ്പ് നിലനിർത്തുന്ന ഹോർമോൺ എന്നറിയപ്പെടുന്ന ഹോർമോൺ ഏതാണ്? അത് ആൽഡോസ്റ്റിറോൺ ആണ്. രക്തത്തിലെ ഏതു ഘടകം അനാരോഗ്യകരമായ അളവിലേക്ക് താഴുമ്പോഴാണ് അനിയന്ത്രിതമായ രക്തസ്രാവം ഉണ്ടാകുന്നത്? ത്രോംബോസൈറ്റ്സ്. റെഡ് ഡേറ്റ ബുക്ക് പ്രസിദ്ധീകരിക്കുന്നതും പരിപാലിക്കുന്നതും ഏത് അന്താരാഷ്ട്ര സംഘടനയാണ്? IUCN ആണ്. ബയോഡൈവേഴ്സിറ്റി എന്ന പദം പ്രചാരത്തിലാക്കിയ ജീവശാസ്ത്രകാരൻ എഡ്വേർഡ് വിൽസൺ ആണ്. 2021 മലേറിയ തടയുന്നതിനായി ലോകാരോഗ്യ സംഘടന അംഗീകരിച്ച വാക്സിൻ ഏതാണ്? മോസ്ക്വിറിക്സ്. താഴെ പറയുന്നവയിൽ വാക്സിനേഷൻ വഴി തടയാൻ കഴിയാത്തത് ബെറിബറി. ISROയുടെ നിലവിലെ ചെയർമാൻ ആരാണ്? വി നാരായണൻ. വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ മതിലുകൾ എന്ന നോവലിൻ്റെ എത്രാമത്തെ വാർഷികമാണ് 2025 ജൂലൈ മാസത്തിൽ ആചരിച്ചത്? 60-ാം വാർഷികം. അന്തരീക്ഷ ആർദ്രത അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഹൈഗ്രോമീറ്റർ.
രാത്രി കാഴ്ച ഉപകരണങ്ങൾ പ്രവർത്തിക്കാൻ സഹായിക്കുന്ന വൈദ്യുത കാന്തിക തരംഗം ഇൻഫ്രാറെഡ് രശ്മി. ഒരു വസ്തു 10 ന്യൂട്ടൺ ബലം 5 സെക്കൻഡ് നേരത്തേക്ക് അനുഭവപ്പെടുന്നു. വസ്തു സഞ്ചരിക്കുന്ന ദൂരം 4 മീറ്റർ ആണെങ്കിൽ ചിലവഴിക്കപ്പെട്ട പവർ എത്രയാണ്? 8 വാട്ട്. അറ്റോമിക നമ്പരും ആവർത്തന പട്ടികയിലെ സ്ഥാനവും അനുസരിച്ച് ചുവടെ തന്നിരിക്കുന്ന മൂലകങ്ങളെ ലോക സ്വഭാവത്തിൻ്റെ അടിസ്ഥാനത്തിൽ ക്രമീകരിക്കുക. ബി ഈസ് ദ റൈറ്റ് ആൻസർ. ലൗറി ബ്രോൺസ്റ്റഡ് തത്വം അനുസരിച്ച് ആസിഡും ബേസും വിശേഷിപ്പിച്ചിരിക്കുന്നത്. ആസിഡ് H+ ദാതാവ്, ബേസ് H+ സ്വീകർത്താവ്. സർജിക്കൽ ഉപകരണങ്ങൾ ഓട്ടോക്ലേവ് ഉപയോഗിച്ച് അണുനശീകരണം ചെയ്യുമ്പോൾ സംഭവിക്കുന്നത്. ജലത്തിൻ്റെ തിളനില കൂടുന്നു. ഓട്ടോക്ലേവിലെ മർദ്ദം അന്തരീക്ഷ മർദ്ദത്തിനെക്കാട്ടി കൂടുതലാണ്. 1, 3 എന്നുള്ളതാണ്. ലോകത്ത് ആദ്യമായി സമ്പൂർണ്ണമായും ഹൈഡ്രജൻ ഊർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന യാത്രാ റെയിൽ സംവിധാനം സ്ഥാപിച്ച രാജ്യം ജർമ്മനി. ഇന്ത്യയിലെ ആദ്യത്തെ ഫ്ലോ കെമിസ്ട്രി ടെക്നോളജി ഹബ്ബ് എവിടെയാണ്? ഹൈദരാബാദ്. 2024 കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ച കൃതികൾ ഏതെല്ലാം? ആനോ ഗെരിസപ്പ അരുവി അഥവാ ഒരു ജലയാത്ര, ആരോഹണം, ഹിമാലയം. 2025 പത്മഭൂഷൺ പുരസ്കാരം ലഭിച്ച മലയാളി കായിക താരം ശ്രീജേഷ് PR. തകഴി ശിവശങ്കരപ്പിള്ളയുടെ ഏത് നോവലിലെ കേന്ദ്ര കഥാപാത്രങ്ങളാണ് കോരനും ചിരുതയും ചാത്തനും? രണ്ടിടങ്ങഴി. രണ്ടിടങ്ങഴി. നെക്സ്റ്റ് ചേരുംപടി ചേർക്കുക. കൂടിയാട്ടം, തോൽപ്പാവക്കൂത്ത്, പടയണി, കുമ്മാട്ടിക്കളി. കൂടിയാട്ടം മിഴാവ്, തോൽപ്പാവക്കൂത്ത് എഴുപറ, പടയണി തപ്പ്, കുമ്മാട്ടിക്കളി ഓണവില്ല്. ഡി ഈസ് ദ റൈറ്റ് ആൻസർ. ഇന്ത്യയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ഒളിമ്പിക് മെഡൽ ജേതാവ്? അമൻ സെഹ്റാവത്ത്. അന്യജീവൻ ഉതകി സ്വജീവിതം ധന്യമാക്കുമമലെ വിവേകികൾ. ഈ വരികൾ ആരുടേതാണ്? കുമാരനാശാൻ്റെ. താഴെ കൊടുത്തിരിക്കുന്നവയിൽ തെറ്റായ ജോഡി കണ്ടെത്തുക. മച്ചാട്ടു മാമ്പാകം മലപ്പുറം ജില്ല എന്നുള്ളത്. ട്വിസ്റ്റർ പെയർ കേബിളിനെ കമ്പ്യൂട്ടറുമായി ബന്ധിപ്പിക്കാൻ ഉപയോഗിക്കുന്ന കണക്റ്റർ ഏതാണ്? RJ45. താഴെ തന്നിരിക്കുന്നവയിൽ വെബ് ഡിസൈനിങ് സോഫ്റ്റ്വെയർ അല്ലാത്തത് ഏതാണ്? അല്ലാത്തത് ഫയൽസില്ല. താഴെ കൊടുത്തിരിക്കുന്ന മെമ്മറി ഉപകരണങ്ങളെ അവയുടെ സംഭരണശേഷിയുടെ ആരോഹണ ക്രമത്തിൽ ക്രമീകരിക്കുക. രജിസ്റ്റർ, ക്യാഷ്, റാം, ഹാർഡ് ഡിസ്ക് എന്നുള്ളതാണ് കേട്ടോ. രജിസ്റ്റർ, ക്യാഷ്, റാം, ഹാർഡ് ഡിസ്ക്. കേരളത്തിലെ സ്കൂൾ അധ്യാപകർക്ക് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് പരിശീലനം നൽകുന്നത് ഏത് സ്ഥാപനമാണ്? കൈറ്റാണ്. 71ാമത് ദേശീയ ചലച്ചിത്ര അവാർഡുകളിൽ മികച്ച മലയാള ചിത്രത്തിനുള്ള അവാർഡ് ലഭിച്ചത് ഉള്ളൊഴുക്ക്. കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ്റെ ഘടന മുഖ്യ കമ്മീഷണറും പരമാവധി 10 കമ്മീഷണർമാരും. സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ്റെ ചെയർമാനെയും അംഗങ്ങളെയും നിയമിക്കുന്നത് ഗവർണർ. പോസ്കോ നിയമം ഏത് തരത്തിലുള്ള നിയമമാണ്? പോസ്കോ നിയമം ലിംഗ നിരപേക്ഷമാണ്. ജെൻഡർ ന്യൂട്രൽ. പോസ്കോ നിയമപ്രകാരം കേസ് തീർക്കേണ്ട പരമാവധി സമയം എന്ന് പറയുന്നത് 1 വർഷമാണ്. NHRC ആരുടെ വാർഷിക റിപ്പോർട്ടുകൾ സമർപ്പിക്കുന്നത്? പാർലമെൻറ്റ്. PWDVA 2005 പ്രകാരം മജിസ്ട്രേറ്റിൻ്റെ ഉത്തരവിനെതിരെയുള്ള അപ്പീൽ നൽകേണ്ടത് സെഷൻ കോടതി.
ഉപഭോക്തൃ സംരക്ഷണ നിയമം 2019 പ്രകാരം ജില്ലാ കമ്മീഷൻ്റെ അധികാരം ബാധകമാകുന്നത് എത്ര രൂപ വരെയുള്ള പരാതികളിലേക്കാണ്? 1 കോടി വരെ. നെക്സ്റ്റ് മാത്സ് ആണ്. ആൻസർ മാത്രം ഞാൻ പറഞ്ഞു പോവാം. 71ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ 9, 72, 40, 73ാമത്തത് 40 ഡിഗ്രി, 74ാമത്തത് 6 സെൻറ്റിമീറ്റർ സ്ക്വയർ, 75ാമത്തത് 30%, 76, 9:16, 77, 27, 78, ആൻസർ 80, 79, AAD and 80.8125. നെക്സ്റ്റ് ഇംഗ്ലീഷ്. വിച്ച് ഓഫ് ദി ഫോളോവിങ് ഈസ് ആൻ അഡ്ജക്റ്റീവ്? താഴെ തന്നിരിക്കുന്നവ ഏതാണ് അഡ്ജക്റ്റീവ് ആയിട്ടുള്ളത്? സാഡ്ലി എന്നുള്ളതാണ് അഡ്ജക്റ്റീവ് കേട്ടോ. ചേഞ്ച് ദി സെൻറ്റൻസ് ഐ നോ ഹിം ഇൻ ടു പാസീവ് വോയിസ്. പാസീവ് വോയിസിലേക്ക് മാറ്റാനാണ് എന്താണ്? ഹീ ഹാസ് ബീൻ നോൺ ടു മീ എന്നുള്ളതാണ് കേട്ടോ. ഹീ ഹാസ് ബീൻ നോൺ ടു മീ എന്നുള്ളതാണ് ശരിയായിട്ടുള്ള ആൻസർ. ഹീ ക്ലൈംബ്ഡ് ഡാഷ് ഹയസ്റ്റ് മൗണ്ടൻ ഇൻ ദി റീജിയൻ. ഇവിടെ ആർട്ടിക്കിൾ ഒന്നും വരത്തില്ല കേട്ടോ. വിച്ച് സെൻറ്റൻസ് യൂസസ് ജെറണ്ടം കറക്റ്റ്ലി? ഹീ സജസ്റ്റഡ് ഗോ ഫോർ എ വാക്ക് എന്നുള്ളതാണ്. ഹീ സജസ്റ്റഡ് ഗോ ഫോർ എ വാക്ക്. ഹീ ഹാർഡ്ലി ഫിനിഷ്ഡ് ഹിസ് മീൽ ഡാഷ്. ക്വസ്റ്റ്യൻ്റെ അതാണ് ഇവിടെ വരുന്ന ഡിഡ് ഹി ആണ് കേട്ടോ. ആൻറ്റോണിം ഓഫ് മെലാൻകോളി. മെലാൻകോളി എന്ന് പറയുന്നതിൻ്റെ ആൻറ്റോണിം എന്താണ്? മിസറി എന്നുള്ളതാണ്. ദ ഡാഷ് ഓഫ് ജഡ്ജസ് ടുക്ക് ആൻ അൺഅനിമസ് ഡിസിഷൻ. പാനൽ. ഐഡൻറ്റിഫൈ ദ കറക്റ്റ്ലി സ്പെൽഡ് വേർഡ്. റെഫറൻസ് എന്നുള്ളതാണ് കറക്റ്റ്ലി സ്പെൽഡ് വേർഡ്. റെഫറൻസ്. One who is new to a profession or activity. Amateur. What does the idiom let the cat out of the bag? ഈ ഐഡിയത്തിൻ്റെ മീനിങ് എന്താണ്? To reveal a secret carelessly. നെക്സ്റ്റ് മലയാളമാണ്. കൂട്ടത്തിൽ പെടാത്തത്. താഴെ തന്നിരിക്കുന്നവ ഈ കൂട്ടത്തിൽ പെടാത്തത് ബന്ധുരം. ബാക്കിയെല്ലാം സ്വർണത്തിൻ്റെ പര്യായപദങ്ങളാണ് കേട്ടോ. കനകം, കാഞ്ചനം, ഹേമം എന്നൊക്കെ ഉള്ളത്. ചന്ദ്രഹാസം ഇളക്കുക എന്ന ശൈലിയുടെ അർത്ഥം. ചന്ദ്രഹാസം ഇളക്കുക, കോപിക്കുക. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ പദം. ഹരിചന്ദ്രൻ. അത്യധ്വാനം കൊണ്ടുള്ള അവശത എന്നതിൻ്റെ ഒറ്റപ്പദം. അത്യധ്വാനം കൊണ്ടുള്ള അവശത. ഊപ്പാട്. പത്രാധിപർ എന്ന പദം താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏത് വിഭാഗത്തിൽ പെടുന്നു? പത്രാധിപർ. പൂജക ബഹുവചനം. ഗാഢം എന്ന പദത്തിൻ്റെ വിപരീതം. ഗാഢം, ശിഥിലം. ചിതാകാശം എന്ന പദം പിരിച്ചെഴുതുക. ചിത് അധികം ആകാശം. ജാമാതാവ് സ്ത്രീലിംഗം. സ്നുഷ. ടു സ്മെൽ എ റാറ്റ് എന്ന ഇംഗ്ലീഷ് ശൈലിയുടെ ശരിയായ വിവർത്തനം. സംശയാസ്പദം. ഏട്ടിലെ പശു പുല്ലു തിന്നില്ല എന്ന പഴഞ്ചൊല്ലിന് ചേരുന്ന അർത്ഥം. തത്വമല്ല പ്രായോഗിക ജ്ഞാനമാണ് പ്രധാനം. അപ്പോൾ ഇതത്രയും PSCയുടെ പ്രൊഫഷണൽ ആൻസർ കീ പ്രകാരമുള്ള ആൻസേഴ്സാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്.